ഇപ്പോൾ കോഴിക്കോട് DCC പ്രസിഡന്റ് പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം വെറും കൗൺസിലാക്കാനില്ല. പക്ഷെ മേയർ സ്ഥാനാർത്ഥിയാണെന്ന് UDF പ്രഖ്യാപിച്ചു. എന്ന് പറഞ്ഞില്ലല്ലോ. മേയർ സ്ഥാനാർത്ഥി UDF പ്രഖ്യാപിക്കും. പൊതു സ്വീകാര്യതയുള്ള സ്ഥാനാർത്ഥി വരും. എല്ലാവർക്കും സ്വീകാര്യ സ്ഥാനാർത്ഥി വരും. അത് ഞാൻ പറയാം. പ്ലാൻ B ഞങ്ങൾ തുടങ്ങാതിരിക്കുമോ? ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാണ് കോൺഗ്രസും UDF-ഉം. രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊക്കെ പലപ്പോഴും സംഭവിക്കും. ഇതൊരു പ്രതിസന്ധിയായിട്ടോ പ്രയാസമായിട്ടോ കാണുന്നില്ല. ആയിക്കോട്ടെ, ഇതൊന്നും അല്ല. ഓക്കെ, ഇതൊന്നും ഞങ്ങളെ സംബന്ധിച്ച് തളർത്തുന്നതല്ല. എന്തും പ്രതീക്ഷിക്കുന്നുണ്ട്. അതിനൊക്കെ നേരിടാൻ ഞങ്ങൾ സദാ സജ്ജം. ഉച്ചവരെ ലാസ്റ്റ് ഡേറ്റ് നാളെ മറ്റെല്ലാ സ്ഥലത്തിനും നാളെ കൊടുക്കും. അതിന്റെ നാളെ കൊടുത്തോളി ആശുപത്രിയിലാണ് ചാർജ്. ഇവിടെ പരിശോധന VM വിനുവിനെ വേണ്ട എല്ലാ തരത്തിലുള്ള സംരക്ഷണങ്ങളും UDF ഒരു വിഷമവും ഉണ്ടാവില്ല. അല്ല, അത് അദ്ദേഹം അങ്ങനെ പതർന്നാണെന്നല്ല. എന്ത് സംശയം ഉറപ്പായിട്ടുണ്ടാവും. ഒരു കോൺഗ്രസ് അവമാനിച്ചു എന്നുള്ളതാണ് CPM പറയുന്നത്. അയ്യോ, എന്നിട്ടാണല്ലോ CPM വോട്ട് തളിക്കാൻ വേണ്ടി പോയത്. എന്തൊരു സ്നേഹം! അറ്റ്ലീസ്റ്റ് ആ സ്നേഹം കൊണ്ട് അവിടെ പോയല്ലോ അവർക്ക്. ഒരാളുടെയും വോട്ട് നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്ന CPM ആണ്. ഇയാളെ വോട്ട് ചേർക്കാൻ പാടില്ല. നിങ്ങൾ പാർട്ടിപരമായിട്ട് അത് വീഴ്ച വരുത്തി, അദ്ദേഹം വ്യക്തിപരമായും വീഴ്ച വരുത്തി. അതിൽ CPM പിന്നെ വിട്ടുവീഴ്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ ചോദിച്ചതല്ല, ഞങ്ങളുടെ ചോദ്യം അതിനല്ല. എതിർ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഞങ്ങളുടെ വീഴ്ചകളെ വിമർശനത്തിന് CPM ഉണ്ട്. ഞങ്ങൾ സ്വാഗതം ചെയ്തു. പക്ഷെ ഒരു വ്യക്തിയുടെ വോട്ടവകാശം വ്യക്തിയല്ല, അദ്ദേഹം ഒരു സ്ഥാനാർത്ഥിയാണ്. വോട്ട് പിടിച്ച് ജയിച്ചോട്ടെ. ഞാൻ അതായത് ഒരു പാർട്ടിക്ക് ഓരോ പാർട്ടികളും കോൺഗ്രസ് പാർട്ടി ഒരു സാഹചര്യത്തിലും ഒരാളുടെ വോട്ട് നിഷേധിക്കാൻ വേണ്ടി ഒരു ഉദ്യോഗസ്ഥർ ശ്രമിക്കില്ല. CPM ഇപ്പോഴും പറയുന്നത് നിയമപരമായി അല്ലെങ്കിൽ എതിർക്കുമെന്നാണ് അപ്പോഴും പറയുന്നത്. ഞങ്ങൾ ഇപ്പോഴും ചോദിക്കുന്നു, നിയമം എന്ന് പറയുന്നത് നിയമപരമായി പക്ഷേ എന്താണെന്നറിയോ, ഞങ്ങൾ ചോദ്യം ചെയ്ത കാര്യങ്ങളിൽ കുറച്ചൊക്കെയാണ്. ഈ നാട്ടിൽ 18 വയസ്സ് വോട്ട് പൂർത്തിയാക്കിയ ഒരാൾക്ക് വോട്ടവകാശം ലഭിക്കണം, ഏത് സാഹചര്യത്തിൽ കൊടുക്കണം എന്ന രാഷ്ട്രീയ നിലപാടുകൾ ഞങ്ങൾ ഇപ്പോൾ കോർപ്പറേഷനിൽ വോട്ട് ചെയ്യാറില്ല. ഇപ്പൊ പ്രവീൺ കൊയിലാണ്ടിന്ന് നല്ല രീതിയിൽ വോട്ട് ചെയ്യാറില്ല. പക്ഷേ കോർപ്പറേഷനിലാണ് അറിയില്ല. അതാണ് ഇത് മനസ്സിലാക്കുന്നത്. കേട്ടോ, കോർപ്പറേഷനിൽ പുതിയ വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. പുതിയ വോട്ട് ചേർത്തതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഏറ്റവും കൂടുതൽ വോട്ട് ഞാൻ നാളെ കണക്കെടുത്ത് കൊടുക്കും. ഞങ്ങൾക്ക് ഒരു സംശയവും വേണ്ട. കോഴിക്കോട് നഗരത്തിൽ UDF-ന്റെ മേയർ പ്രസിഡന്റ് പ്രവീൺ കുമാർ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. പുതിയ മേയർ സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. അതേപോലെ തന്നെ VM വിനുവിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കോടതി വിധി അംഗീകരിക്കുന്നു എന്നും പ്രവീൺ കുമാർ പറഞ്ഞു. മറ്റു വാർത്തകൾ നോക്കാം.